അമേരിക്കൻ സൈന്യം ഇറാനിൽ കാലുകുത്തിയാൽ എല്ലിൻ കഷണമാക്കി മാറ്റുമെന്ന് ഇറാൻ്റെ മുന്നറിയിപ്പ്. അപ്പോൾ 1,00,000 അമേരിക്കൻ സൈനികർ ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്യുകയും ഈ മേഖലയിൽ ഇടിച്ചു കയറാൻ സാധ്യതയുണ്ട് എന്നൊരു രഹസ്യ റിപ്പോർട്ട് ഇതിനിടയിൽ തന്നെ പുറത്തു വന്നിരുന്നു. യാഥാർത്ഥ്യമാണോ അല്ലേ എന്നുള്ള പരിശോധനയല്ല നിലവിലെ സാഹചര്യത്തിൽ നടത്തുന്ന പരീക്ഷണം എന്ന് പറഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകും എന്ന് തന്നെ ഇറാൻ കണക്ക് കൂട്ടുന്നു. അപ്പോൾ ഇറാൻ പല ഘട്ടങ്ങളിലും സംസാരിക്കുന്നത് വളരെ കൃത്യതയോടുകൂടി അമേരിക്കയെയും ഇസ്രായേലിനെയും മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. ഇപ്പോഴത്തെ ഈ രഹസ്യ റിപ്പോർട്ടിനോടനുബന്ധിച്ച് പ്രതികരിച്ചത് ആയത്തുള്ള അലി ഖംനായിയാണ്, ഈ മുജ്തബ അലി ഖംനായിയാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം വലിയ പരിക്കേറ്റ് അപകടാവസ്ഥയിലാണ് എന്നുള്ളതും ഇസ്രായേലിൻ്റെ ചില റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് ആരോഗ്യപരമായ രീതിയിൽ പ്രശ്നങ്ങളുണ്ട് എന്നതിനാൽ തന്നെ, അതല്ലെങ്കിൽ മരണപ്പെട്ടു എന്നതിനാൽ തന്നെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് അയാൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ അവിടുത്തെ ഇറാൻ്റെ സൈന്യം ഒരു തലത്തിലും അവിടുത്തെ മുജ്തബ ഖംനായി മറ്റൊരു തലത്തിലും പ്രവർത്തിക്കുന്നു. അതുകൊണ്ടൊരു ഏകോപനമില്ലാത്ത രീതിയിൽ സൈനികർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ അത് ഒരു കൃത്യതയില്ലാത്ത രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ഈ ഇസ്രായേൽ ആരോപിച്ചിരുന്നത്. അതിൻ്റെ അടിവേരറുത്തുകൊണ്ടാണ് ഇപ്പോൾ നിലപാട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇറാൻ ഇത് പറയാനുള്ള കാര്യം പറയുന്നു, ഇറാൻ്റെ ശക്തമായ പ്രതികരണത്തിന് മുൻപിൽ അടിപതറിയിരിക്കുന്ന അമേരിക്കയെ കഴിഞ്ഞ ആഴ്ച തന്നെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് തല ഉയർത്തിക്കൊണ്ട് ട്രംപ് സംസാരിക്കുന്നു. ട്രംപ് ഇതിൻ്റെ ഇപ്പോഴൊക്കെ മൗനമാണ്. മുൻപ് ഇറാനെ തകർക്കും, ഇല്ലാതാക്കും, പെട്രോളിയം പിടിച്ചെടുക്കും, അവിടുത്തെ ഒരു സൈനിക മേധാവി ഉണ്ടാവില്ല, അങ്ങനെ അടിമുടി മാറ്റങ്ങൾ വരുത്തുകയും ഭരണം അട്ടിമറിച്ചുകൊണ്ട് പുതിയ ഭരണ സംവിധാനം ഉണ്ടാക്കും എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി ലോകം മുഴുവനും അത് വിശ്വസിച്ചു. നമ്മുടെ കേരളത്തിൽ തന്നെ പല ചാനലുകളും അതിനെ പിന്തുടർന്നു. ഇതാണ് യാഥാർത്ഥ്യം, ട്രംപ് പറഞ്ഞാൽ നടപ്പിലാക്കും, പറയുന്നത് അമേരിക്കയാണ്, അമേരിക്ക സൂപ്പർ പവറുള്ള രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എവിടെ എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇപ്പോൾ ഇറാൻ പറയുന്നു, ഇറാൻ അത് പ്രവർത്തിക്കുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഇതൊരു മുൻപേ എറിയുന്ന ഒരു കല്ലായിട്ടാണ് ഇറാൻ്റെ ഈ മുന്നറിയിപ്പിനെ മീഡിയകൾ വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അവർ പറയുന്ന കാര്യം ഇതൊക്കെ ഒരു പക്ഷേ പിന്നാമ്പുറം വരാനുള്ളതാണ്. എന്താണോ ഇറാൻ ചിന്തിച്ചത്, ഏത് തരത്തിലാണോ ഇറാൻ പ്രവർത്തിച്ചത്, അതെല്ലാം ശരിയായിരുന്നു. ഇറാൻ ചിന്തിച്ചത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക തങ്ങൾക്കെതിരെ ആക്രമണം നടത്തും. ഏറ്റവും ശക്തമായിരിക്കുന്ന ആയുധങ്ങളായിരിക്കും അവർ പ്രയോഗിക്കുക. ഏറ്റവും അടുത്ത് നിന്ന്, അത് ഇറാൻ എന്ന രാജ്യത്തെ ഏറ്റവും അടുത്ത ഭാഗത്തു നിന്ന് ആക്രമിക്കാൻ എവിടെയാണ് സാധിക്കുക, ആ സംവിധാനം ഉപയോഗിക്കും. അത് പരസ്പരത്ത് ഇറാഖിൽ നിന്ന് ആക്രമിച്ചിട്ടുണ്ട്. അത് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. ഈ അസർബൈജാൻ ആക്രമിച്ചിട്ടുണ്ട്, ഇറാൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. അങ്ങനെ അതിർത്തി കേന്ദ്രീകൃതമായിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ഇസ്രായേലിൽ നിന്ന് ആക്രമിച്ചിട്ടുണ്ട്, പിന്നീട് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ആക്രമിച്ചിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ ആക്രമിച്ചുകൊണ്ട് നാശങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ വളരെ കൃത്യതയോടുകൂടി ചെയ്തിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേര് കൂടിയാണ് അമേരിക്ക. അത് ഇറാൻ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോഴത്തെ വിഷയം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആണവായുധമായിരുന്നു ഏറ്റവും ഗൗരവപരമായ രീതിയിൽ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം. ആണവായുധ നശീകരണം നിർബന്ധമാണ്. സമ്പുഷ്ട യുറേനിയം കൈമാറ്റം ചെയ്യണം. അത് അമേരിക്കയുടെ കൈവശത്തിലോ അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ കൈവശത്തിലോ കൈമാറണം. ഏറ്റവും കൈക്ക് ട്രംപ് പറഞ്ഞിരിക്കുന്നു, ഏതെങ്കിലും രാജ്യത്തിന് കൈമാറിയാലും പ്രശ്നമില്ല എന്നുള്ളത്. കാര്യം ഇതേ ഒരു സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ 2015 ആ കാലഘട്ടത്തിൽ ഉണ്ടായപ്പോൾ ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ടായിരുന്ന ഈ സമ്പുഷ്ട യുറേനിയം റഷ്യക്കായിരുന്നു കൈമാറിയത്. അന്ന് ഏകദേശം സമ്പുഷ്ട യുറേനിയം എന്ന് പറയുമ്പോൾ 30% അതിൻ്റെ വളർച്ച ഉണ്ടായത്. ഇന്ന് 60 കഴിഞ്ഞു, വളരെ പെട്ടെന്ന് തന്നെ 90-ലേക്ക് എത്തും. 30, 60, 90 അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. അതായത് 30 കഴിഞ്ഞ് 31, 32 എന്നല്ലാത്തത് കൊണ്ട് വളരെ എളുപ്പത്തിൽ ആണവായുധം ഉണ്ടാക്കാൻ വേണ്ടി നിലവിൽ ഇറാന് സാധിക്കും എന്ന് അമേരിക്ക ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതുമാണ് ഇതിനോട് അനുബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സാമ്പത്തിക ഉപരോധം നടത്തിക്കൊണ്ട് കുറച്ചും കൂടി പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സ്ഥിതിയും അമേരിക്ക ആലോചിക്കുന്നു. അമേരിക്ക ആ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ അവരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ജയിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ 2025 ചില മുന്നറിയിപ്പുകൾ ഇറാൻ
അമേരിക്കക്ക് നൽകിയിട്ടുണ്ട്, ലോകത്തോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2025 ഇസ്രായേൽ ആക്രമിച്ചു, കൂടെ അമേരിക്ക ആക്രമിച്ചു. ഇസ്രായേലിനെ ആക്രമിച്ച ഏറ്റവും അവസാനമാണ് ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ ഇറാൻ്റെ ബുഷഹർ ആണവ റിയാക്ടറുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക ഇട്ടത്. അത് എവിടെ നിന്നാണ്? ഈ വിമാനം പറഞ്ഞത് ജപ്പാനിൽ നിന്നാണ്. ജപ്പാനിലുള്ള അമേരിക്കയുടെ സൈനിക ബേസിൽ നിന്ന് 36 മണിക്കൂറെങ്കിലും പറന്നിട്ടുണ്ട് എന്നാണ് അനുമാനം. അങ്ങനെയാണ് ഇവിടെ ഇറാനിലെത്തുന്നത്. ഇറാനിൽ ബോംബിടുന്നു. തകർന്ന് തരിപ്പണമായി എന്ന് ട്രംപ് അതിനെ വിശേഷിപ്പിക്കുകയും പിറ്റേ ദിവസം രാവിലെ പത്രസമ്മേളനത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ അമേരിക്കയുടെ എല്ലാ പത്രക്കാരോടും വൈറ്റ് ഹൗസിനോട് ചേർന്നുകൊണ്ട് സംഘടിക്കണം എന്ന് പറയുകയും ചെയ്തു. എന്നാൽ അത്തരമൊരു റിപ്പോർട്ടിൻ്റെ ഏകദേശം, അതായത് പത്ര റിപ്പോർട്ട് അല്ലെങ്കിൽ ചാനലിന് അഭിമുഖം നൽകുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് IAEA ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. ബുഷർ ആണവ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക നടത്തിയിരിക്കുന്ന ബങ്കർ ബസ്റ്റർ ബോംബ് ഏശിയിട്ടില്ല എന്നുള്ളത്. ബിൽഡിങ്ങുകൾ തകർന്നു പോയി. ആന്തരികമായ രീതിയിൽ അവർ സൂക്ഷിക്കപ്പെട്ടത് ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞതോടുകൂടി ചെയ്തത് മണ്ടത്തരമായി പോയി എന്ന് ട്രംപിന് പിന്നീട് തോന്നുകയും ചെയ്തു. രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാനെ പരാജയപ്പെടുത്തിയ അമേരിക്ക അവിടെ പുതിയൊരു ഭരണ സംവിധാനം വന്നപ്പോൾ അതിൽ ഇടപെടൽ നടത്തുകയും പിന്നീട് തുടർച്ചയായ രീതിയിൽ ജപ്പാനുമായിട്ട് സഹകരണത്തിലെത്തുകയും ചെയ്തു. അന്ന് പിടിച്ചെടുക്കപ്പെട്ട ഭൂമിയാണ് ഇപ്പോൾ ഇറാനെതിരെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക ഉപയോഗിച്ചത്. എയർബേസ് അവിടെ ഉണ്ട്. ഏകദേശം 75 മുതൽ 80 വരെ കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു എയർബേസും 100-ലധികം കിലോമീറ്റർ ചുറ്റളവ് 100-110 ആ റേഞ്ച് ചുറ്റളവുള്ള മറ്റൊരു എയർബേസും ജപ്പാനിലുണ്ട് എന്നാണ് അനുമാനം. ഈ മേഖലയിൽ നിന്ന് ആക്രമിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം അറേബ്യൻ മേഖലയിൽ നിന്ന് ഇറാനെ ആക്രമിക്കരുതെന്നും അത് നമ്മൾ തമ്മിലുള്ള ബന്ധം മുറിയാൻ അത് കാരണമാകും എന്നും അറേബ്യൻ രാജ്യങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞു. ട്രംപിന് ഇത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. കാര്യം ട്രംപ് തന്നെ കുടുങ്ങിയിരിക്കുന്ന സ്ഥിതിയാണ്. അങ്ങനെ അത് ഒഴിവാക്കിയിട്ടാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിച്ചത് എന്ന് ചുരുക്കം. അതായത് ജപ്പാനിൽ നിന്ന് വന്നുകൊണ്ട് ആക്രമണം നടത്തിയെന്ന് ചുരുക്കം. 2025 എന്താണ് ഇറാൻ പറഞ്ഞത്? അതിപ്പോൾ വലിയ രീതിയിൽ ചർച്ച വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇസ്രായേലും അമേരിക്കയും തങ്ങളെ വീണ്ടും ആക്രമിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിനവർ പ്രതിരോധം സൃഷ്ടിക്കാനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനും പുറമെയായ രീതിയിൽ ഞങ്ങൾക്ക് അവരെ ആക്രമിക്കാനുള്ള സംവിധാന കാര്യങ്ങൾ അതും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ആക്രമണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നീട് പറയുന്ന കാര്യമാണ് ശ്രദ്ധേയം. ഇത് തങ്ങളുടെ രാജ്യവും മറ്റ് ശത്രുവായിരിക്കുന്ന 2 രാജ്യവും തമ്മിലുള്ള ആക്രമണമായിട്ടോ യുദ്ധമായിട്ടോ അവസാനിക്കില്ല. ലോകത്താകമാനമുള്ള മനുഷ്യരെ ബാധിക്കുന്ന തരത്തിൽ ഈ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം അന്താരാഷ്ട്ര വൽക്കരണം നടത്തുന്ന രീതിയിലേക്ക് തങ്ങൾ ഇതിനെ മാറ്റും. ഈ മേഖലയിലുള്ള എല്ലാ കപ്പലുകളും തങ്ങൾ തടയപ്പെടുകയും ഒരു കപ്പലിനെയും എത്താൻ പറ്റാത്ത വിധം സംവിധാനം ഒരുക്കുകയും ചെയ്തു. അപ്പോൾ എന്തുണ്ടായി? ഓട്ടോമാറ്റിക്കായിട്ട് പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കും. മാത്രമല്ല ഇതൊരു മേഖലാ യുദ്ധമായി മാറും എന്ന് പറഞ്ഞു. അത് യാഥാർത്ഥ്യം തന്നെയാണ്. അറേബ്യൻ രാജ്യങ്ങളൊക്കെ അപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കെടുതിയും പ്രയാസം അനുഭവിക്കുന്നവരാണെന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നീടാണ് ചെങ്കടലിൻ്റെ വിഷയം വരുന്നത്. ചെങ്കടലിൻ്റെ വിഷയം ഇപ്പോൾ ഏതാനും ആഴ്ചകളായിട്ടുള്ള വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് ഇറാൻ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. 2-3 കടലിടുക്കുണ്ട്. അത് ചെറിയ തുരുത്താണ്, പക്ഷേ ലോകത്തിൻ്റെ കവാടമായിട്ടാണ് ഞങ്ങളത് കാണുന്നത്. അത് ആണവായുധത്തേക്കാൾ തങ്ങൾക്ക് മൂർച്ചയുള്ളതാണ്. തങ്ങളുടെ നിയന്ത്രണത്തിലാണത്. ചെങ്കടലുണ്ട്, ബാബുൽ മന്ദബുണ്ട്, അതേപോലെ തന്നെ ഹോർമുസ് കടലിടുക്കുണ്ട്. ഇത് 3ഉം കൂട്ടിക്കെട്ടാൻ പറ്റുന്ന രീതിയിലാണ് എന്ന് മാത്രമല്ല വലിയ രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ച ലോകത്താകമാനം ഉണ്ടാക്കാൻ ഈ പാതയിലൂടെയുള്ള കപ്പൽ യാത്ര വലിയ ഗുണം ചെയ്യും. അതായത് പെട്രോളിയം വഹിച്ചുകൊണ്ടുള്ള എല്ലാ കപ്പലുകളും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഏഷ്യൻ വൻകരയിലേക്കും ആഫ്രിക്കൻ വൻകരയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അടക്കം യാത്ര ചെയ്യുന്നത്. അത് തടയപ്പെടുന്നു എന്നുള്ള ഒരു വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നു. ഇനി ബാക്കി നമ്മൾ നോക്കുന്ന സമയത്ത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇങ്ങനെ തന്നെയാണ്. ചെങ്കടലിൻ്റെ ഒരു ഭാഗം 6-ലധികം രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്ന ഒരു കടലിടുക്കാണ് ചെങ്കടൽ എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അതിന് പൂർണ്ണമായിരിക്കുന്ന അധികാരം ഹൂത്തികൾക്കാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാലോ പിന്നീട് ബാബുൽ മന്ദബ് എന്ന് പറയുന്ന കുപ്പിക്കഴുത്ത് പോലെയുള്ള ചെറിയൊരു കടലിടുക്ക് വരും.
ഈ കടലും കടന്നിട്ട് വേണം അറേബ്യൻ കടലിലേക്കോ അതല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കോ മറ്റേതെങ്കിലും കടലിലേക്കോ കപ്പലുകൾക്ക് പ്രവേശിക്കണമെങ്കിൽ ഇപ്പോൾ കപ്പലുകൾ തന്നെ ഭയപ്പെട്ടിൽ നിൽക്കുന്ന രീതിയാണ്. കാര്യം ഇതിനൊരു അന്തിമമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ സാരമായിട്ട് അത് ബാധിക്കും എന്ന് തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, അമേരിക്കയുടെ സൈന്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവിടേക്ക് പ്രവേശിക്കുന്ന സ്ഥിതി വന്നാൽ ഒരിക്കൽ പോലും തിരിച്ചു വരാത്ത വിധം, അതല്ലെങ്കിൽ ഓരോരുത്തർക്ക് ഓരോരോ പെട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ശവപ്പെട്ടിയാണ്, അതുമായിട്ടേ വരാൻ പറ്റൂ എന്ന് കൂടി പറയുന്ന സമയത്ത് സങ്കീർണമാകുന്ന ഒരു വിഷയത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമ്മൾക്ക് കൂട്ടി വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു.